നമസ്കാരം പ്രിയപ്പെട്ടവരെ. വടകരയിലെ LDFന്റെ സ്ഥാനാർത്ഥി കേരളത്തിന്റെ ടീച്ചറമ്മ സഖാവ് KK ശൈലജ ടീച്ചറിനെ കഴിഞ്ഞ കുറെ നാളുകളായി സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തിഹത്യ ചെയ്യുകയും ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രവർത്തകരെ, അണികളെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും തള്ളി പറഞ്ഞില്ല, അവർക്കെതിരെ നടപടിയെടുത്തില്ല എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം, എന്ത് യോഗ്യതയാണ് അവരെ നിയന്ത്രിക്കാനും അവരെ ശാസിക്കാനും ഈ നേതാക്കന്മാർക്കുള്ളതെന്ന്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹത്തിന്റെ സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെ മറ്റുള്ളവരെ തെറിവിളിച്ചത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള നേതാവിന് അദ്ദേഹത്തിന്റെ അണികളെ നിയന്ത്രിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഈ അണികൾ തിരിച്ച് ആ നേതാവിനോട് ചോദിച്ചാൽ വായും പൊത്തി നിൽക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള നടപടികളൊന്നും നമ്മൾ കേരളീയർ പ്രതീക്ഷിക്കേണ്ട. എക്കാലത്തും സ്ത്രീകളെ ആക്ഷേപിക്കലും അധിക്ഷേപിക്കലും കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും അണികളുടെയും ഒരു ഹോബിയാണ്. സ്ത്രീകളെ ആക്ഷേപിക്കൽ മാത്രമല്ല, കൊലപാതകം ചെയ്യുക, ബലാത്സംഗം ചെയ്യുക എന്നുള്ളത് കോൺഗ്രസിന്റെ തത്വശാസ്ത്രത്തിൽ പെട്ടതാണെന്ന് നാം വിശ്വസിക്കേണ്ടി വരും. അത്രയും ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്തതാണ്. നമുക്കറിയാം, യൂത്ത് കോൺഗ്രസിന്റെ മുൻ ദേശീയ നേതാവായിട്ടുള്ള സുശീൽ ശർമ്മ, നൈന സൻഹി എന്ന് പറയുന്ന 29 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊന്ന് തന്തൂരി അടുപ്പിനകത്തിട്ട് ക്രൂരമായ കൊലപാതകം നടത്തിയ ചരിത്രം 1995 നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. അതുപോലെ തന്നെയാണ് കോൺഗ്രസ് ഓഫീസിനകത്ത് തൂപ്പുകാരിയായിരുന്ന രാധ എന്ന് പറയുന്ന 40 വയസ്സുള്ള സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കോൺഗ്രസ് ഓഫീസിനകത്ത് കുഴിച്ചിട്ട സംഭവവും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. മലപ്പുറം തൂരിലെ സുജിത എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊന്ന് വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടത് വിഷ്ണു എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു. ഈ അടുത്ത സമയത്താണ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടിയ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ച് കേരളത്തിന്റെ KPCC പ്രസിഡന്റും കണ്ണൂരിലെ നിലവിലെ UDFന്റെ സ്ഥാനാർത്ഥിയുമായ K സുധാകരൻ വനിതാ MLA ആയ ഷാനിമോൾ ഉസ്മാനെ അടുത്തിരുത്തിക്കൊണ്ട് തെറിവ് പറഞ്ഞത്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇതാണ് അവസ്ഥയെങ്കിൽ KPCC ഓഫീസിലും DCC ഓഫീസിലും വന്നെത്തുന്ന കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. അതുപോലെ KPCC ഓഫീസിനകത്തെ അടച്ചിട്ട കൊച്ചു റൂമിൽ അവിഹിതം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഇടതുപക്ഷ നേതാക്കന്മാരായിരുന്നില്ല, മറിച്ച് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു. അതുപോലെ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളെ സഹോദരന്മാരായിട്ട് കാണുന്ന കോൺഗ്രസ് വനിതകളെ മറ്റൊരു കണ്ണുകൊണ്ടിട്ടാണ് അവർ കാണുന്നതെന്ന് പറഞ്ഞത് K കരുണാകരന്റെ മകളും K മുരളീധരന്റെ സഹോദരിയുമായ ഇപ്പോൾ ചാണകത്തിൽ ചവിട്ടിപ്പോയ പത്മജ വേണുഗോപാലായിരുന്നു. അപ്പോൾ കേരളത്തിലെ സ്ത്രീ സമൂഹം മനസ്സിലാക്കുക, എക്കാലത്തും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന, അത് ഹോബിയായി കാണുന്ന നേതാക്കന്മാരാണ് കോൺഗ്രസിലും UDFലും എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഏപ്രിൽ 26-ാം തീയതി നിങ്ങളുടെ പൗരാവകാശം വിനിയോഗിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഒരിക്കലും കോൺഗ്രസും ലീഗും UDFും ആശയം പറഞ്ഞോ ആദർശം പറഞ്ഞോ അല്ലായിരുന്നു, മറിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കെതിരെ അപവാദങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുക, ഇല്ലാത്ത കള്ളക്കഥകൾ ഉണ്ടാക്കിയെടുക്കുക, വൃത്തികെട്ട രാഷ്ട്രീയ നാടകങ്ങൾ കളിക്കുക എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങിടവിള പഞ്ചായത്തിലെ കൊല്ലം ഡിവിഷനിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച സതീകുമാരിയുടെ മുടിമുറിച്ച ഒരു സംഭവം നമ്മൾ കേട്ടതാണ്. CPM-കാരാണ് അത് ചെയ്തതെന്ന് വരുത്തി തീർത്ത് കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം പത്രസമ്മേളനങ്ങളും വിളിച്ചുകൂട്ടി അവസാനം പോലീസ് കേസെടുത്ത് ആ അന്വേഷണം ചെന്നെത്തിയത് സതീകുമാരിയിൽ തന്നെയായിരുന്നു. 614 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോറ്റതിന്റെ പ്രഹരം തീർക്കാൻ കാണിച്ച രാഷ്ട്രീയ നെറികെട്ട നാടകമായിരുന്നു അത്. അത് കഴിഞ്ഞാൽ പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ലീനയുടെ വീട് ഒരു ദിവസം അടിച്ചു തകർത്തു. CPM നേതാക്കളായിരുന്നു ഇത് ചെയ്തതെന്ന് കള്ള കഥ പറഞ്ഞു വരത്തി. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പാഞ്ഞെത്തി. അവസാനം പോലീസ് അന്വേഷണം നടത്തി. അന്വേഷണം ചെന്നെത്തിയത് ലീനയുടെ മകനിൽ തന്നെയായിരുന്നു. ലീനയുടെ അറിവോടുകൂടി ലീനയും മകനും കൂടി ചേർന്ന് കോൺഗ്രസ് നേതാക്കളുടെ ഒത്താശയോടുകൂടി സ്വന്തം വീട് അടിച്ചു തകർത്തതായിരുന്നു CPM നേതാക്കളെയും CPMനെയും കരിവാരിത്തേക്കാൻ. അതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, കോൺഗ്രസിന്റെ UDF സ്ഥാനാർത്ഥിയായിരുന്ന സെൽവരാജിന്റെ വീട് ഒരിക്കൽ അടിച്ചു തകർത്തു, കുറച്ചു കിടന്ന കാർ കത്തിച്ചു, പോലീസ് കേസെടുത്തു. അന്വേഷണം ചെന്നെത്തിയത് സെൽവരാജ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെയും അദ്ദേഹത്തിന്റെ PAയിലുമായിരുന്നു. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF മുന്നണിയിലെ ഒരു അംഗമായ ലീഗ് ഒരു നെറികെട്ട രാഷ്ട്രീയം കളിച്ചത് തെരുവമ്പറമ്പിൽ നബീസ എന്ന് പറയുന്ന സ്ത്രീയെ നിസ്കാരപ്പായിലിട്ട് അടുത്ത വീട്ടിലെ ബിനു എന്ന് പറയുന്ന DYFI-കാരൻ ബലാത്സംഗം ചെയ്തു എന്ന് കള്ളക്കഥ വരുത്തി. അവസാനം ലീഗും NDFന്റെ തീവ്രവാദികളും കൂടി ചേർന്ന് ആ ബിനു എന്ന് പറയുന്ന 22 വയസ്സുകാരനെ പട്ടാപ്പകൽ നടുറോട്ടിലിട്ട് വെട്ടിക്കൊന്നു. ആശയവും ആദർശവും രാഷ്ട്രീയവും പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതിന് പകരം ഇതുപോലെ കള്ളക്കഥകളും ആരോപണങ്ങളും വ്യക്തിഹത്യകളും അപവാദങ്ങളും പറഞ്ഞ് വൃത്തികെട്ട നെറികെട്ട രാഷ്ട്രീയ നാടകങ്ങളും കളിച്ച് എത്ര നാളിങ്ങനെ തെരഞ്ഞെടുപ്പുകളെ നിങ്ങൾ നേരിടും കോൺഗ്രസ്, ലീഗ്, UDF? പ്രിയപ്പെട്ട കേരളത്തിലെ പൊതുസമൂഹത്തിനോടും വോട്ടർമാരോടും, പ്രത്യേകിച്ച് വടകരയിലെ വോട്ടർമാരോടും പറയാനുള്ളത്, ഇതുപോലെ രാഷ്ട്രീയ നാടകം കളിക്കുന്നവരുടെ കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ വികസനം പറഞ്ഞ് സംഘപരിവാറിന്റെ വർഗീയതയ്ക്കെതിരെ പോരാടിക്കൊണ്ട്
നിങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിച്ചെത്തുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട ടീച്ചറമ്മ സഖാവ് കെ ശൈലജ ടീച്ചറെ വടകരയിൽ നിന്നും മറ്റ് പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിന്നും എല്ലാ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെയും നിങ്ങൾ നിങ്ങളുടെ പൗരാവകാശം നൽകി വിജയിപ്പിച്ച് ഈ വൃത്തികെട്ട രാഷ്ട്രീയ നെറുകേട് കാണിക്കുന്ന UDF മറുപടി കൊടുക്കണമെന്ന് ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്.